Hey, hello. Welcome to the Malayali podcast. Connecting the life of Malayalis around the world. ഞാൻ കൃഷ്ണ. ഇന്ന് ജൂലൈ 14, 2020 ജൂലൈയിലാണ് നമ്മൾ ദ മലയാളി പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ലോഞ്ച് ചെയ്തത്. കോവിഡിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എന്താണ് ഫ്യൂച്ചർ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു പോഡ്കാസ്റ്റിംഗ്. 4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എഴുതിയ ബ്ലോഗും ഞാൻ ഇട്ടൊരു യൂട്യൂബ് വീഡിയോയും ഒക്കെ കണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ പ്രശസ്തരായ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ എന്നെ ഈ പോഡ്കാസ്റ്റിംഗ് സഹായിച്ചിട്ടുണ്ട്. ശരിക്കൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ദ മലയാളി പോഡ്കാസ്റ്റ്. കാരണം എനിക്ക് തുടങ്ങിയ സമയത്ത് കൃത്യമായി ഓർമ്മയുണ്ട്, ഈ ഒരു പോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇത്, ബ്രോഡ്കാസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ എന്താണ് സെറ്റപ്പ് എന്നൊക്കെ എന്നോട് സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഓൺലൈനിൽ പരിചയപ്പെട്ട പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മലയാളികളോട് എന്താണ് പോഡ്കാസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം മലയാളത്തിൽ ഇന്ന് അത്യാവശ്യം പോഡ്കാസ്റ്റുകളുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിൽ പലരും പോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. 4 വർഷം മുന്നേ ഞാൻ എഴുതിയൊരു ബ്ലോഗ് വായിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. എങ്ങനെ പോഡ്കാസ്റ്റിംഗ് ആരംഭിക്കാം, എങ്ങനെ ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ ഒരു 4 വർഷത്തെ പോഡ്കാസ്റ്റിംഗ് ജേണിയിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തൊരു പ്രോസസ്സ് അത് തന്നെയായിരുന്നു. പുതിയ ഒരുപാട് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നവരും, അല്ലെങ്കിൽ ഇത് എങ്ങനെ തുടങ്ങാം, എങ്ങനെ അവരുടെ ബ്രാൻഡുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാം എന്നൊരുപാട് ഡിസ്കഷൻസ് പലരുമായിട്ട് കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ പോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ഈ പോഡ്കാസ്റ്റിംഗ് എന്താണെന്ന് ആളുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ശേഷം 1-2 പോഡ്കാസ്റ്റേഴ്സിനെ പരിചയപ്പെട്ടു. ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി. ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് 15-16 പേരുണ്ടായിരുന്നു. പിന്നീട് അത് വളർന്നു. നമുക്കിന്നറിയാവുന്ന പോലെ പോഡ്കാസ്റ്റിംഗ് അത്യാവശ്യം ആളുകളിലേക്ക് എത്തിത്തുടങ്ങി. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ക്ലബ് ഹൗസൊക്കെ വന്ന സമയത്ത് നമ്മൾ പോഡ്കാസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ഒരു ഭാവി സാധ്യതകൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബ്രാൻഡുകൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റിംഗ് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂംസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകളും ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പല യൂട്യൂബേഴ്സ് നമ്മുടെ ഒരു ക്ലബ് ഹൗസ് റൂംസിൽ ലിസണേഴ്സായിരുന്നു. പലരും അവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് RJസിനെയും ഒക്കെ നമ്മൾ ആ സമയത്ത് പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിതിനകത്ത് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, ഒരു SEO ആണ്. അപ്പം എൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഈ ഒരു പോഡ്കാസ്റ്റിംഗ് വഴി കിട്ടിയിട്ടുണ്ട്. എത്ര ആളുകൾക്ക് SEO എന്ന അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അതിനകത്ത് ഏറ്റവും വേണ്ടൊരു സംഭവമാണ് ലിങ്ക് ബിൽഡിംഗ് എന്ന് പറയും. അതായത് നമുക്ക് ഒരു വെബ്സൈറ്റിന് വേറൊരു വെബ്സൈറ്റ് റെഫർ ചെയ്യുന്നൊരു സംഭവമാണ്. അതുവഴി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ഒരു ഡൊമൈൻ അതോറിറ്റിയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്റ്റ് ആവണമെന്നില്ല. എന്നാലും എൻ്റെ ആ ഒരു ജോലിയിൽ എൻ്റെ പോഡ്കാസ്റ്റിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയിലാണ്. അവിടെ ഞാൻ എത്തിയതിനും കാരണം എൻ്റെ ഈ പോഡ്കാസ്റ്റിംഗ് ജേണി തന്നെയാണ്. ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിംഗ് ജേണിയിൽ പരിചയപ്പെട്ട വിഷ്ണു എന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് തന്നെയാണ്. ആൾ കൂടുതൽ ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അവനാണ് എന്നെ ഞാനിന്ന് ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവിടുത്തെ HR റെഫർ ചെയ്തത്. അവിടെ അങ്ങനെ ഒരു വേക്കൻസി വന്നപ്പോൾ അതിന് ആപ്റ്റായ ഒരാൾ അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ എൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഈ പോഡ്കാസ്റ്റിംഗ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം എന്ന രീതിയിലല്ല ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിങ്ങിനെ കണ്ടേക്കുന്നത്. കംപ്ലീറ്റ്ലി പാഷൻ, അല്ലെങ്കിൽ ഒരു ടൈം പാസ്, ആ രീതിയിൽ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഈ 4 വർഷമായിട്ടും എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ 8 മാസം ഞാൻ
പർപ്പസ്ഫുള്ളി ഒരു ബ്രേക്ക് എടുത്തത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കൊരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതായത് പോഡ്കാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് എല്ലാവരും കേട്ട് തുടങ്ങിയപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് എപ്പിസോഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് കഴിഞ്ഞ 8 മാസമായിട്ട് നോക്കിയിരുന്നില്ല. എൻ്റെ മെയിൽസ് ഞാൻ ചെക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇവൻറ്റ്സും ഒരുപാട് കോൾസും ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിലേക്ക് വന്ന് എന്നെ കണക്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ലൈക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇൻഫ്ലുവൻസർ എന്നെ കണക്ട് ചെയ്തായിരുന്നു. അവർക്ക് ഒരു പോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 6 മാസം മുമ്പാണ്. അവർ ത്രൂ 1-2 മറ്റ് ഇൻഫ്ലുവൻസേഴ്സായിട്ടും ഞാനിങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്തിയിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും കോൺവെർസേഷൻസ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ലൈക്ക് ഐഡിയാസ്, പിന്നെ സ്റ്റോറീസ്, അതൊക്കെ കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോങ് ഫോർമാറ്റിൽ ഉള്ള ഈ പോഡ്കാസ്റ്റ് ആളുകൾക്ക് ഇഷ്ടമായി തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു എപ്പിസോഡ് കേട്ടതിന്. എനിവേ, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ പോഡ്കാസ്റ്റിംഗ് ജേർണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദ മലയാളി പോഡ്കാസ്റ്റിൻ്റെ പ്രൊഫൈൽ ഇന്ന് മുതൽ ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. അതിലൊരുപാട് DMs വന്നിട്ടുണ്ട്. ഞാൻ പരമാവധി എല്ലാവർക്കും അടുത്ത ദിവസങ്ങളിൽ റിപ്ലൈ അയക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ വന്ന് എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വീണ്ടും പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഒരുപാട് സന്തോഷം, നന്ദി. ഒരു ബ്രേക്ക് അത് വേണ്ടിയിരുന്ന ഒന്നായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇനി പുതിയ കഥകളും പുതിയ ആശയങ്ങളും പുതിയ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ദ മലയാളി പോഡ്കാസ്റ്റ് ആക്റ്റീവായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വാട്സപ്പ് നമ്പറും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂവും അല്ലെങ്കിൽ മെയിൽ ത്രൂ ഒക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളാണ് നമ്മളെ ബെറ്റർ ആക്കുന്നത്. ഈ ഒരു എപ്പിസോഡിന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. താങ്ക് യു.